മേക്കുലർ എഡിമ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കണ്ണിനകത്ത് ഉള്ള മേഖല എന്ന് പറഞ്ഞ പ്രത്യേക ആ ഒരു ഏരിയയിൽ വരുന്ന ഒരു നീർക്കെട്ട് എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം. ഈ നീർക്കെട്ട് എന്ന് പറയുമ്പോൾ അതൊരു ഫ്ലൂയിഡ് അക്യുമുലേഷൻ ആണ്. ഒരു വെള്ളം കെട്ടിക്കിടക്കുക എന്നുള്ള പോലെ. അത് പലതരത്തിൽ സംഭവിക്കാം. ഒരു ഇൻഫ്ലമേഷൻ ന്റെ ബാക്കിയായിട്ട് വരുന്ന ഊസിങ് ആയിട്ട് വരുന്ന നീർക്കെട്ടാകാം. അല്ലെങ്കിൽ അത് വെസൽ വാൾസിന് വരുന്ന വീക്ക്നെസ് കൊണ്ട് അതൊന്ന് ലീക്ക് ചെയ്യുന്ന പോലെയും വരാം. ഈ 2 രീതിയിലും വരും. അപ്പോൾ ഏതെല്ലാം കണ്ടീഷനിലെ ഈ ബ്ലഡ് വെസൽസിന് ഒരു ഡയലറ്റേഷൻ വരികയും അല്ലെങ്കിൽ അതിൻ്റെ വാസ്കുലേച്ചറിന് ഒരു വ്യത്യാസം വരികയും ചെയ്ത് ഫ്ലൂയിഡ് ലീക്ക് ചെയ്യാമോ, ആ സന്ദർഭത്തിലൊക്കെ മേക്കുലർ എഡിമ ഉണ്ടാകാം. അതിന് ഉദാഹരണമാണ് കൂടുതലായിട്ട് ഐ സ്ട്രെയിൻ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അതുപോലെ തന്നെ പിന്നെ ഹൈലി സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കണ്ടീഷൻസിൽ ഇതിലൊക്കെ ഒരു വാസ്കുലർ ചേഞ്ച് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അവർക്ക് മേക്കുലർ എഡിമ ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. പിന്നെ മറ്റൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ചില രോഗങ്ങൾ, ചില ശാരീരിക രോഗങ്ങൾ, ജനറലൈസ്ഡ് സിസ്റ്റമിക് ഡിസീസ് എന്ന് പറയും,